ഫ്രണ്ട്സ് സ്റ്റോറി ഇട്ട് പോവാം. നമുക്ക് ടൈറ്റിൽ നമുക്ക് മനസ്സിലായില്ലേ? ശരി, ഓക്കെ. നമ്മൾ ഹീറോ ഇന്നിങ് നമ്മൾ ഷുഗ ഒരു മാഫിയാണ്. അത് കൊറിയൻ ബോയ്, അതുമാത്രമല്ല സീക്രട്ട് മാഫിയ കിങ്. അതുമാത്രമല്ല ഷുഗർ എപ്പോൾ നിൽക്കും ഒരു ബ്ലാക്ക് മാസ്ക് യൂസ് ചെയ്യും, ആർക്കും അറിയില്ല. ഷുഗർ വോയിസ് ചേഞ്ച് ആക്കിയിട്ടുമുണ്ട്. അതുമാത്രമല്ല ഷുഗറിൻ്റെ മാത്രമാണ് വ്യത്യസ്തമായി ഒരു പവറുണ്ട്. അത് ആർക്കും കണ്ടുപിടിക്കാൻ പറ്റില്ല. ഷുഗർ ആരെന്ന് ആർക്കും കണ്ടുപിടിക്കില്ല. ഒരു മാജിക് പവറുണ്ട് ഷുഗർക്കും. ഷുഗർ മാഫിയ കിങ്. അത് മാത്രമല്ല മാജിക് ബോയ് എന്ന് പറയും. നമ്മൾ ഹീറോ ഇന്ത്യൻ ഗേൾ ഷുഗറിനെ വൺ സൈഡിലാവും. ഷുഗർ ഒരു എല്ലാവർക്കും അറിയും ഒരു ആക്ടറാണ്. ഷുഗർ ഒരു ആക്ടറാണ്. നമ്മൾ ഹീറോയിനെ നോക്കാം. സ്റ്റോറി പോവാം. ഹീറോയിൻ അമ്മ അനു പറഞ്ഞേക്ക് ഈ മാരേജ് മോം ഞാൻ മാരേജ് കഴിക്കില്ല. എന്താടി പ്രശ്നമോ? ആ രാഹുൽ നല്ല ചെക്കനല്ല അമ്മ, ഞാൻ പറയാൻ അച്ഛനോട് പറയാം. അമ്മയ്ക്കും അറിയില്ലേ ഞങ്ങളൊക്കെ പോകുമ്പോൾ അവൻ വേറെ പെണ്ണ് റൊമാൻസ് ചെയ്യുന്നത്. നമ്മൾ രണ്ട് കടലല്ല അമ്മ നോക്കിയ. അതേ മോളെ എന്താ ചെയ്യുക, അവൾ പെണ്ണിട്ടാണ് ആ ഗേൾ ഇപ്പം കരിഞ്ഞോണ്ടുണ്ടു. ഇപ്പം എന്താ ചെയ്യുക? വരെ വൈല മോളെ, മൂന്നേ വൈ നീ ലവ് ചെയ്യുന്ന ബോയിനെ നീ കണ്ടുപിടിച്ച് നീ അവനെ മാരേജ് ചെയ്യിക്കുന്ന വൈ. ഇല്ല രണ്ടാമത്തെ വൈ നീ ഇവിടുന്ന് തപ്പിച്ചിട്ട് ഓടുന്ന പണി. വേറെ വൈ ഇല്ല മോളെ. അതൊക്കെ ഞാൻ ഇപ്പം എന്താ ചെയ്യാം? ഇല്ല നീ മൂന്നാമത്തെ വൈ അവന് ഫുൾ ഡീറ്റെയിൽസായി അവന് നല്ലവനല്ല കാട്ടി കൊടുക്കുന്നതാ. ആ ഞാൻ നോക്കമ്മ, ഇത് വേറെ വഴിയില്ല എന്ന് പറഞ്ഞു ഹീറോയ്ക്ക്. ഇല്ല മോളെ പറഞ്ഞേക്ക്, നീ അവനെ കാട്ടി കൊടുത്താൽ എനിക്ക് വേറെ മാരേജ് കഴിച്ചു കൊടുക്കും. എന്താ ചെയ്യുക? ഹീറോ സാഡായിട്ട്. ഹലോ അർജുൻ, നീ എവിടെ ഉണ്ടു? അർജുൻ എന്താ നടന്നവൻ അർജുൻ പറഞ്ഞു. ശരി മച്ചി ഞാൻ ചെയ്യാം. വിക്കി കോൾ ചെയ്തു. വിക്കി എന്താ ബ്രോ നടന്ന കാര്യം പറഞ്ഞു. വിക്കി പറഞ്ഞു ഹാക്കിങ് ചെയ്ത് അവൻ ഫുൾ ചീറ്റ് ബോയാണ്, ഇവനെ മാരേജ് കഴിക്കാൻ പാടില്ല. അതിന് ഫുൾ ഡീറ്റെയിൽസ് വിക്കി എടുത്തു. ശരി ഓക്കെ. അവൻ മാരേജിനടക്കം പോയിരുന്നു. ഹീറോയിൻ മണ്ഡപത്തിൽ വന്ന് ഇരിക്കുകയായിരുന്നു. ഹീറോയിൻ സാഡായിട്ട് ഇരുന്നായിരുന്നു. അതിനായിട്ട് വിക്കി അവൻ്റെ ഫുൾ ഡീറ്റെയിൽസ് അവൻ മാരേജ് കഴിക്കുമ്പോൾ അവൻ എന്തെല്ലാം ചെയ്ത് വീഡിയോയിൽ റിലീസ് ചെയ്ത് തുടങ്ങിയായിരുന്നു. ഫിറ്റ് ആൻഡ് മാരേജ് ആണ് ഇതെല്ലാം ന്യൂസ്. മണ്ഡപത്തിൽ ഇരിക്കാൻ പോയായിരുന്നു ഹീറോയിൻ. അപ്പോൾ കുറേ ന്യൂസ് പോയായിരുന്നു. ഹീറോയിൻ്റെ അച്ഛനൊക്കെ ഒന്നും അറിയില്ലായിരുന്നു. പോലീസ് വരാൻ തുടങ്ങിയായിരുന്നു. അതിനായിട്ട് അവനെ എടുത്തുകൊണ്ട് ഹീറോയിൻ മണ്ഡപത്തിൽ ഇരിക്കാൻ പോവായിരുന്നു. നിന്നിട്ടുണ്ടായിരുന്നു. പോലീസ് പറഞ്ഞായിരുന്നു ഇവൻ മേലെ കേസുണ്ട്, ഈ മാരേജ് ക്യാൻസൽ. ഹീറോയിൻ്റെ അച്ഛനൊക്കെ ഹാർട്ട് അറ്റാക്ക് വന്ന ഷോക്കായിരുന്നു. ഹാർട്ട് അറ്റാക്ക് വന്നില്ല, ഹീറോയിൻ്റെ അച്ഛൻ ഷോക്കായിരുന്നു. ഹാർട്ട് കൈവച്ചായിരുന്നു. എന്താ ഇവിടെ നടക്കുന്നത്? ഇത് മാരേജ് മുടങ്ങി അച്ഛാ. ഹീറോയ്ക്ക് അറിയായിരുന്നു. ഹീറോയിൻ്റെ അച്ഛനൊക്കെ ഒന്നും ചെയ്യാൻ പറ്റില്ലായിരുന്നു. ഈ മാരേജ് ക്യാൻസലായി. അച്ഛാ ഈ മാരേജ് ഇൻട്രസ്റ്റ് ഞാൻ പറഞ്ഞില്ല. ഹീറോയിൻ്റെ അച്ഛനൊക്കെ ഒന്നും ശരിയായില്ല. അച്ഛാ ഞാൻ ഇവിടെ നിൽക്കുന്നില്ല. എന്നെ ഹീറോയെ പാക്ക് ചെയ്ത് അവിടുന്ന് പെറപ്പോട്ട് കൊറിയക്ക് പോയി. അച്ഛനക്ക് വേറെ പോയില്ല. അമ്മ പറഞ്ഞു കേട്ടില്ല. സോറി ഡി, നീ പറഞ്ഞു കേട്ടില്ല. ഇവൻ നല്ല ചെക്കന്, നിങ്ങളുടെ മുണ്ടില്ല. എന്നെ വൈഫ് പണങ്ങി. കുട്ടി മോളെ നീ പോയിക്കോ എന്ന് പറഞ്ഞ് ഹീറോയിൻ അയച്ചായിരുന്നു. ഹീറോയിൻ അച്ഛനക്ക് സാധാരണ എൻ്റെ ഫ്രണ്ട് ദ്രോഹി. ഹീറോയിൻ അച്ഛൻ്റെ ഒരു ഫ്രണ്ട് മതി, ഫ്രണ്ട് അയച്ച ചെക്കനാണ്. ഫ്രണ്ട് ഇതിലെ കൂട്ടാടിയെന്ന് അറിഞ്ഞിട്ട് സാഡായിരുന്നു ഹീറോയിൻ അച്ഛൻ. ഒന്നില്ല മോളെ നീ പോയിക്കോ. അങ്ങനെ ഹീറോയിൻ കൊറിയക്ക് വന്നു. കൊറിയയിൽ എയർപോർട്ടിൽ ഇറങ്ങി. ഹീറോയ്ക്ക് ഒന്നും സീരിയസ് അറിയില്ല. ഹീറോയുടെ ഫ്രണ്ട് കൂടെ ഉണ്ടായിരുന്നു. മച്ചി വിഷമിക്കണടി. എങ്ങനെയാടി മച്ചി, ഞാൻ അവനെ കറക്റ്റ് ലവ് ചെയ്യാം. ഹീറോയ്ക്ക് സാഡായിരുന്നു. എങ്ങനെയാടി ഞങ്ങളുടെ ഒന്നാൻ പറ്റൂ? അന്നെ ഷുഗറിനെ കുറിച്ച് വന്ന് നോക്കുമ്പോൾ ഷുഗർ ഒരു ആക്ടറാണ്, ഫേമസ്. അത് മാത്രം റിച്ച് ബോയ്. എങ്ങനെയാട്ടി സെറ്റാവും? ഇല്ലടി. ശരി വേറെ വഴിയില്ല. ഷുഗറിനെ കണ്ടാൽ പിന്നെ ഷുഗറിൻ്റെ കൂടെ ഒരു ഗേൾ നടക്കുമായിരുന്നു. മിയ എന്ന് പറഞ്ഞ ഒരു ഗേൾ ഷുഗറിനെ കൂടെ ഒട്ടിയോട് നടക്കും. ഹീറോയ്ക്ക് സാഡായിരുന്നു. എന്നാൽ ഷുഗറിൻ്റെ ഗേൾ ഫ്രണ്ട് ന്യൂസിലെല്ലാം വരായിരുന്നു. ഷുഗർ മിയ കൂടെ ഡേറ്റിംഗ് ചെയ്യാണ്. അതെ ശരിക്കും പറഞ്ഞാൽ ഷുഗറിൻ്റെ ഗേൾ ഫ്രണ്ടായിരുന്നു മിയ കൂടെ മാരേജ് കഴിക്കാനും ഷുഗർ കൺഫേം ആയിരുന്നു. ഷുഗർക്കും മിയാനെ ഇൻട്രസ്റ്റ് ഒന്നുമില്ല. ഡാഡി പറഞ്ഞ മതി ഷുഗർ സമ്മതിച്ചായിരുന്നു. മാരേജ് കഴിക്കാൻ പോകുന്നു ഷുഗർ പറഞ്ഞായിരുന്നു. അങ്ങനെ ഷുഗർക്ക് ഹാപ്പിയായി. ഷുഗർ മിയ കൂടെ ഇത് നാട്ടിലേക്ക് ഇറങ്ങിയായിരുന്നു. അപ്പോൾ മിയ പറയായിരുന്നു യോങ്കി ഹെൽപ്പ് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലേ. ശരിടി ഹെൽപ്പ് ചെയ്യാം എന്ന് ഷുഗർ പറയായിരുന്നു. മിയ ഷുഗർ ഫ്രണ്ട്സ് മതിയാണ്. ജൂനിയേഴ്സ് ഷുഗർ സീനിയർ അത് മുതൽ ഒരു ഫ്രണ്ട്സ് മതി. ചെറിയ പ്രായത്തിൽ രണ്ടുപേർ ഫ്രണ്ട്സാണ്. അതുകൊണ്ട് ഷുഗർ കൂടെ മാരേജ് കഴിക്കാൻ ഷുഗറുടെ ഡാഡി മിയാൻ്റെ ഡാഡി സമ്മതിച്ചായിരുന്നു. അങ്ങനെയായിട്ട് ഹീറോയിൻ അങ്ങനെയായിട്ട് ഹോട്ടൽ, അത് ബീച്ച് സൈഡിലാണ് മാരേജ്. ഹോട്ടലെല്ലാം ഉണ്ട്. ഷുഗറിൻ്റെ മാരേജ് ഹീറോയി വന്നിട്ടുണ്ടായിരുന്നു. അതെ ഹീറോയി പറഞ്ഞു ഒരു
ചെഫ്, അതെ ചെഫ് ഇങ്ങനെ ഫുഡെല്ലാം ഉണ്ടാക്കുന്നത്, ഏതെല്ലാം ഫുഡ് കൊടുക്കുന്നത് എല്ലാവരും പാർട്ടി മാതിരി ചെയ്യുന്നത്. ഹീറോ ചുമ്മാ വെറുതെ ബീച്ച് ഹോട്ടൽ താമസിച്ചാണ് ഇങ്ങനെ മാരേജ് എന്ന കാര്യം അറിഞ്ഞു. അതുകൊണ്ട് ഹീറോയി ഇങ്ങനെ കുക്കിംഗ് ക്ലാസ് പഠിക്കാൻ വന്നത്. അതുപോലെ ഷെഫിനെ കാര്യം പറഞ്ഞ് ഹെൽപ്പ് ചെയ്യാൻ പറയായിരുന്നു. ഹീറോയിൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു, മിനി പറയാൻ തുടങ്ങി, കൊറിയൻ ഫ്രണ്ട്. അവളെ ഹോട്ടലിലാണ് മാരേജ് നടക്കുന്നത്. ഹീറോയ്ക്ക് ഒരുപാട് സാഡായിരുന്നു. മാരേജ് അത് ഈ ഫോട്ടോയിൽ കാണുന്ന മാതിരി റെഡി ആയിട്ട് ബീച്ച് സൈഡാണ് മാരേജ്. ഹീറോയ്ക്ക് സാഡായിരുന്നു. എങ്ങനെ ഈ മാരേജ് മുടക്കുക എന്ന് പറഞ്ഞ് ഹീറോയി ഒരു കടൽ കെച്ചൽ വന്നായിരുന്നു. മിയ വന്നിരുന്നു, ഇന്ന് സംസാരിക്കാൻ തുടങ്ങിയായിരുന്നു. മിയക്ക് അങ്ങനെ രണ്ടുപേർ കസലിരുന്ന് റെഡി ആയിട്ട് ഇവിടെ ഇരുന്നിരുന്നു. രണ്ടുപേർ സംസാരിച്ച് മാരേജ് റിങ് ഇടാൻ പോയായിരുന്നു. അപ്പം മാരേജ് സ്റ്റോപ്പായിരുന്നു. സുഖ യഥാർത്ഥം ഇങ്ങനെ ചുമ്മാ നോക്കൂ, അതിലൊരു ഗേൾ കണ്ടു. സുഖക്ക് ഒരു പിടിച്ചായിരുന്നു. മിയ എന്നോട് എന്തോ ഒന്നും പറഞ്ഞായിരുന്നു. മിയ ഡൺ എന്ന് പറയായിരുന്നു. അതെ മിയ മാരേജ് കഴിക്കാൻ പോകുമ്പോൾ മിയ അവിടെ നിന്ന് മാറി. അവിടെ കുറച്ചൊരു ദൂരം ഒരു ചെക്ക് അടുത്ത് വന്നിരുന്നു, കൈ പിടിച്ച് അങ്ങനെയായിട്ട് റിങ് ചേഞ്ച് ചെയ്തു. അവർ രണ്ട് ഗേളും ബോയ് റിങ് അവർ ചേഞ്ച് ചെയ്ത്. സുഖ ചിരിക്കായിരുന്നു. അങ്ങനെ മാരേജ് നടന്നത്. സുഖ കൺഗ്രസ് എന്ന് പറയായിരുന്നു. ജിന്നായിരുന്നു. അങ്ങനായിട്ട് ജിന്നുക്കും മിയാക്കും ലവാണ്. ജിന്നിൻ്റെ ഗേൾഫ്രണ്ടാണ് സുഖ. ഡാൻസ് സുഖ എന്ന് പറയുന്നത്. ശരി ചേട്ടാ, ഇങ്ങനെ പറഞ്ഞൊരു കാര്യമുണ്ട് എന്ന് പറഞ്ഞ് രണ്ടുപേർക്കും മാരേജായി. ജിന്നു പറഞ്ഞ സുഖൻ്റെ ചേട്ടൻ. അതുമാത്രമല്ല രണ്ടുപേർ റിച്ചാണ്. അതുകൊണ്ട് അവർക്കറിയില്ലായിരുന്നു മിയൻ്റെ അച്ഛന് ജിന്നിനെ നോക്കിയിട്ടില്ല. ജിന്ന് പഠിക്കാൻ പോയിട്ടുണ്ട്. അങ്ങനെ പഠിക്കാൻ പോകുമ്പോൾ രണ്ടുപേരുള്ള ജിൻ ബിസിനസ് പഠിക്കാൻ വേണ്ടി പോയത്. സീനിയറാണ് മിയക്ക്, സൂപ്പർ സീനിയർ. അതുമാത്രമല്ല ജിന്നിനെ കൂടെ മാരേജ് കഴിയുന്ന ഷോക്കായിരുന്നു. ജിന്ന് ഡ്രൈവറായിരുന്നു. സുഖൻ്റെ ജഡി എന്താടാ ചെയ്തത്, വലിയൊരു മാരേജ് കഴിച്ചത്? ഇല്ല ജിൻ, നീ ഇവളെ മാരേജ് കഴിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ ഡാഡി അത് നിങ്ങൾ ഫോട്ടോ ഒന്നും കാട്ടില്ലല്ലേ, ഇതെൻ്റെ വലിയ മകനാണ്. ഇന്ന് മിയ ഡാഡി മിണ്ടാതിരുന്നു. സുഖ ചിരിച്ചായിരുന്നു. ശരി ഓക്കെ പറഞ്ഞു. ജിന്നൊക്കെ മാരേജ് കഴിഞ്ഞു. കുറച്ച് നാളെ ഹീറോയിനെ ഫോളോ ചെയ്തൊക്കെ ഹീറോയിനെ കണ്ട പിന്നെ ഫസ്റ്റ് ഫ്ലാറ്റായിരുന്നു. ഈ ഫോട്ടോത്തിലുള്ള സാരി മാറി ഹീറോയിൻ്റെ ഹെയർ പാർക്കായിരുന്നു. ഷുഗർ ഹീറോയിനെ കണ്ട് ഫ്ലാറ്റായി, മൊത്തത്തെ ഫ്ലാറ്റായി. ഹീറോയിൻ ആയി പറഞ്ഞു. ഷുഗർ നോക്കായിരുന്നു. ഷുഗർ ഹീറോയിൻ്റെ പുറകെ വരാം. ഇത് ഹീറോയിൻ്റെ ഫ്രണ്ടിക്ക് ഷോക്കായിരുന്നു. എന്തടി ഇവിടെ നടക്കുന്നത് എന്നെ ഹീറോയിൻ എന്ത് പറ്റി?